ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ 2ൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ടീസർ എന്നൊക്കെ പറയാം. അത് ഇറങ്ങിയിട്ടുണ്ട്. ശങ്കർ സംവിധാനം ചെയ്ത് കമൽഹാസൻ്റെ പഴയ ഇന്ത്യൻ ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട്. എന്താ പറയുക, ഒരു ബ്രഹ്മാണ്ഡമായ ചിത്രമാണ്. പഴയ പോലെ റേഞ്ചിൽ തന്നെ ഈ ചിത്രം വരുകയാണെങ്കിൽ എന്തായാലും പൊളിക്കും. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഇന്ത്യൻ 2. അങ്ങനെ ചുമ്മാ ഒരു ക്യാരക്ടറല്ല ഇന്ത്യൻ 2വിലെ കമൽഹാസൻ്റെ. അക്കാലത്തൊരു ട്രെൻഡും എന്താ പറയുക, ഒരു തരംഗം സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ്. നാഷണൽ അവാർഡ് വരെ കിട്ടിയാണ് അതിനകത്ത് കമൽഹാസൻ. ട്രെൻഡായ ഒരു സിനിമയായിരുന്നു ഇന്ത്യൻ 2. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ ഇറങ്ങിയിട്ടുണ്ട്. കമൽഹാസൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഇവർ ഇറക്കിയതാണ് ഈ വീഡിയോ. നമുക്ക് നേരം കണ്ടു നോക്കാം. ഹലോ, Vanakkam India. Indian is back. Come back India. Come back India. ആ ടൈറ്റിലേ കിടുക്കനായിട്ടുണ്ട്. ആ ഒരു ഇന്ത്യൻ കുത്ത്. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇന്ത്യൻ ഇറങ്ങിയത്. അന്ന് ട്രെൻഡായിരുന്നു ഇന്ത്യൻ കുത്ത്. കൊള്ളാം. അതിനെ ഒരു ടൈറ്റിൽ കാർഡ് ഉണ്ടെങ്കിൽ അതിൽ കുത്തിക്കൊള്ളാം. അത് ആ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ കുത്ത്. എന്തായാലും ഇതിനകത്ത് എടുത്തു പറയേണ്ട നമ്മുടെ മലയാളത്തിൻ്റെ ലെജൻഡ് നെടുമുടി വേണു ചേട്ടൻ. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ഷൂട്ടിംഗ് നടന്നത് ക്യാമറ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ആ രീതിയിലാണ് നെടുമുടി വേണു ചേട്ടനെ പുതിയതായിട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ വിവേകിനെ അദ്ദേഹം മരിച്ചതിന് ശേഷം ആ ക്യാരക്ടറിനെ എടുത്ത് മാറ്റാതെ അതിനെ ഒരു ഉപയോഗിച്ച് വീണ്ടും സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യം ആയിരിക്കും ഇങ്ങനൊരു ഉപയോഗിച്ച് ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല ടീസറാണ്. ഈ സിനിമ എനിക്ക് തോന്നുന്നു പഴയത് തന്നെ, പണ്ടത്തെ ആ ഇന്ത്യൻ സിനിമ എങ്ങനെയാണോ അവസാനിച്ചത് അതിൽ നിന്ന് തുടങ്ങുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. കൈക്കൂലി വാങ്ങിക്കുക, സർക്കാർ ഓഫീസിലെ അഴിമതി, അതിൻ്റെയൊക്കെ പുറകെ നടക്കുന്ന പണ്ട് അത് തന്നെയാണ് തുടക്കം. ആ സിനിമയിൽ ഇന്ത്യൻ സിനിമ കണ്ടവർക്ക് അറിയാമല്ലോ, കൈക്കൂലിയിൽ നിന്നാണ് കമൽഹാസൻ്റെ ആ ഒരു തുടക്കം കാണിക്കുന്നത്. അപ്പം ഇതും അതുപോലെ തന്നെ അഴിമതി, അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ അനുസരിച്ച് സോഷ്യൽ മീഡിയയൊക്കെ ബന്ധിപ്പിച്ചാണ് ഈ ചിത്രം പഴയ പോലെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പടം ഒരു ട്രെൻഡായിരിക്കും. ആ ഒരു റേഞ്ച് കമൽഹാസൻ്റെ ആ ഇന്ത്യൻ വേറെ ലെവലാണത്. അതിനകത്തൊരു ഇങ്ങനത്തെ ഒരു ശങ്കർ ടച്ചിൻ്റെ ഫാമിലിപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇമോഷണലൊക്കെ അതിനകത്ത് കൂടുതലും ഉണ്ടായിരുന്നു ഇന്ത്യനകത്ത്. ഇന്ത്യൻ 2 നമുക്ക് കാണാം. അതുപോലത്തെ വല്ലതും നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള നല്ല കണക്ട് ചെയ്യുന്ന ചില കഥാപാത്രങ്ങളും മുഹൂർത്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പടം പൊളിക്കും. അതൊരു വേറെ കാര്യം. പിന്നെ കമൽഹാസൻ്റെ അഭിനയം കഴിഞ്ഞ ഇന്ത്യനിൽ നാഷണൽ അവാർഡ് കിട്ടിയാണ് ആ ക്യാരക്ടറിന്, സേതുപതി. അപ്പം വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നെടുമുടി വേണു ചേട്ടനെയും വിവേകിനെയും വീണ്ടും സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി. നമുക്ക് കാത്തിരിക്കാം. കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ആഗസ്റ്റ് 15-നാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് റിലീസ് ഡേറ്റ് റൂമർ പോലെ കിട്ടിയതാണ്. എന്തായാലും വരും ദിവസങ്ങളൊക്കെ എൻ്റെ അപ്ഡേറ്റ് വരും. ഇനി ട്രെയിലർ വരും, പാട്ടുകൾ വരും. പാട്ടുകൾ ഇപ്രാവശ്യം റഹ്മാൻ അല്ല, അനിരുദ്ധാണ് സംഗീത സംവിധായകൻ. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിപ്പം ഈ ഇൻട്രോയുടെ പാട്ട് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും നമ്മുടെ പഴയ റഹ്മാൻ മാജിക് ഇന്ത്യനിലെ റിമിക്സ് ചെയ്ത് വല്ല പാട്ടൊക്കെ വരുമായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, ബൈ.